ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം റിച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് വരാം. അപ്പം ഞാനും റിച്ചും കൂടി സ്റ്റുഡിയോയിലേക്ക് നടന്നു പോവുകയാണ്. ആളപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്ത് എന്ത് തോടിനടുത്തായിട്ട് തന്നെ ഒരു കുളമുണ്ട്. റിച്ച് അത് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഒരുപാട് മീനുകൾ കുളത്തിൽ ഉണ്ടാവാറുണ്ട്. പലരും ചൂണ്ടയിടാനായിട്ട് വരാറുണ്ട്. ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴി 2-3 കൂട്ടർ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് വരുന്ന വഴി വെള്ളച്ചാട്ടം കാണാമെന്ന് കരുതി ഞങ്ങൾ വേഗം തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയി. ഇവിടെ നമുക്ക് തലേ ദിവസം തന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഫോട്ടോ റെഡി ആയിട്ടുണ്ട്, വന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ ഫോട്ടോയ്ക്ക് കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. ടൈം പോകുന്നതല്ലാതെ നമുക്ക് ഫോട്ടോ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ മറ്റേ ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഫ്ലവേഴ്സിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയ ആൾ. സ്റ്റുഡിയോയിലെ ചേട്ടൻ മെസ്സേജ് അയച്ചപ്പോൾ നമ്മൾ നാളെ വരാമെന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ കരുതിയത് നമ്മൾ വൈകിട്ടാണ് പോവുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ചെന്നു. അതുകൊണ്ട് ഫോട്ടോ വർക്ക് കുറച്ച് പെൻഡിങ് ആയി. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടി. പക്ഷേ 3 ഫോട്ടോയെ കിട്ടിയിട്ടുള്ളൂ. ഇനി 2 ഫോട്ടോസ് കിട്ടാനുണ്ട്. നാളെയും മറ്റന്നാളായിട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മറ്റന്നാൾ വന്ന് വാങ്ങിച്ചോളാന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയ 3 ഫോട്ടോസായിട്ട് നമ്മൾ പോവുകയാണ്. വരുന്ന വഴി അച്ഛനെ കണ്ടപ്പോൾ ചിക്കൻ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ചിക്കൻ്റെ ഷോപ്പിലേക്ക് കയറി. ചിക്കൻ ഷോപ്പിന് മുന്നിലായിട്ട് 2 പട്ടിക്കുട്ടികൾ കിടക്കുന്നതായിട്ട് കണ്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള 2 പട്ടിക്കുട്ടികളായിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു പോയി. കൂടെ റിച്ചുവിന് അച്ഛൻ 2 ചോക്ലേറ്റും വാങ്ങിക്കൊടുത്തു. 2 കിൻഡർ ജോയ് ആയിരുന്നു വാങ്ങിക്കൊടുത്തത്. പോകുന്ന വഴി ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ഇതിലൂടെ നടന്നാൽ നമുക്ക് വെള്ളച്ചാട്ടം നന്നായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഇപ്രാവശ്യം ഉണ്ടാക്കിയൊരു റെയിലിങ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ വന്നിരുന്നു. ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ സജ്ജീകരിച്ചത് കൊണ്ട് അതിലും കൂടുതൽ ആളുകൾ വരുമെന്ന് കരുതുന്നു. മഴ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ശക്തമായ മഴ തുടർന്നാൽ ഒരുപാട് ആളുകൾ ഇനിയും കാണാനായിട്ട് എത്തും. നമ്മളിവിടെ വന്നത് മുതൽ എല്ലാ പ്രാവശ്യവും വെള്ളച്ചാട്ടം കാണാനായിട്ട് വരാറുണ്ട്. അങ്ങനെ ഞാനും റിച്ചു ഇതിനകത്തൂടി നടന്ന് ആ അങ്ങേ അറ്റത്തെത്താനായി. അവിടെയാണ് വെള്ളച്ചാട്ടം താഴേക്ക് പോകുന്നത്.
അതിനുശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയാൽ നല്ല രീതിയിൽ തന്നെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കുറച്ച് മഴ കിട്ടിയപ്പോഴേക്കും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇതിനേക്കാളും കൂടുതൽ മഴ കിട്ടുമ്പോൾ നല്ല കുതിച്ചൊഴുകുന്നൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അത് ഞാൻ മറ്റൊരു വ്ളോഗായിട്ട് ഇടാം. കുറച്ച് കഴിഞ്ഞപ്പോൾ റിച്ച് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി ഒരുപാട് നേരം കളിച്ചു. ഒരുപാട് നേരം അവിടെ നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് കയറി. അവന് വാട്ടർഫോൾസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നേരം കളിച്ചു. നല്ല സന്തോഷമായി. അപ്പോൾ ഇനിയും കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കളിക്കാൻ പോവുകയാണ്. നനയണാ വേണ്ടേ? വേണേ ഇരുന്നോ. ഡ്രസ്സൊക്കെ കഴിക്കണം കേട്ടോ. വെച്ചോ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ കഴിക്കണം കേട്ടോ. ഇതൊക്കെ കഴിച്ചിടണം. പോവാ. അങ്ങോട്ട് പോവല്ലേ കിച്ചു? ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നാട് എത്രമാത്രം പ്രകൃതി രമണീയമാണ് എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ കരിങ്കപ്പാറ നാടും വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. റിച്ചു പറഞ്ഞ പോലെ ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോന്നോളൂ കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.